ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗ് തന്നെ ആവാന്ന് വിചാരിച്ചു. അതായത് അമ്മൂമ്മയുടെ സിനിമ ഓഡിഷനാണ്. അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ 82ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഓഡിഷൻ കിട്ടി. അതും ഒരു സൈഡ് റോളല്ല, ഒരു മെയിൻ റോളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് വഴിയേ പറയാം. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം വരുമെന്നോ. അല്ലേ അമ്മൂമ്മ? അമ്മൂമ്മ ഇങ്ങനെ എല്ലാരും അറിയപ്പെടുമെന്നോ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മൂമ്മേനെ അവര് ഓഡിഷൻ വിളിച്ചതിൽ എന്താ പറയാ, ഞങ്ങളെല്ലാരും ഹാപ്പിയാണ്. ഞങ്ങളെല്ലാരും കൂടി പോവാണ്. അപ്പൊ അമ്മൂമ്മയ്ക്ക് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? നാളെ എല്ലാരും കൂടെ ഇരിക്കുകയാണ്. എറണാകുളത്ത് വെച്ചാണ് നടക്കണേന്ന് പറഞ്ഞ്. അതല്ല, അമ്മൂമ്മ ഇങ്ങനെ കിട്ടിയതില് സന്തോഷം. വിളിച്ചതിന് വളരെ വളരെ സന്തോഷം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് വളരെ വളരെ സന്തോഷം. നാളെ നമ്മൾ എല്ലാരും കൂടി എറണാകുളത്തിലേക്ക് പോകാൻ ഇരിക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാതെ പെയ്യടി അപ്പി അന്ന് ഫോണൊക്കെ അപ്പൊ ഞങ്ങക്ക് ഇതേപോലെ ഒരു ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഡോക്യുമെന്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ വ്ളോഗായിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. രാവിലെ 5 മണിക്കുള്ള 5 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 5:55 ജനശതാബ്ദിക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഒരു 9-9:30 ആകുമ്പോൾ അവിടെ എത്തും. അവിടെ കടവന്തറയിൽ വെച്ചിട്ടാണ് ഓഡിഷൻ. അപ്പോൾ ഒരു 11:30 എത്തിയാൽ മതി. പക്ഷെ നമ്മൾ രാവിലത്തെ വണ്ടിക്ക് പോവാം. അപ്പം നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കണ്ടുപിടിച്ച് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ പോകുന്നതും അവിടെ എന്താ നടക്കുന്നതും എന്താണ് ഓഡീഷനിൽ അമ്മൂമ്മയുടെ എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് നടന്നത്, അതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു ഡോക്യുമെന്റ് പോലെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ഓർമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോലെ ആവും. എറണാകുളത്ത് എല്ലാവരും കൂടി പോകുന്നു. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞൊരു ഫ്രീ ടൈം കിട്ടുന്നല്ലേ. എൻ്റെ കുറേ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെപ്പോഴും ഇത് ഷൂട്ട് ജോലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എൻജോയ്മെന്റും അമ്മൂമ്മയ്ക്ക് ഓഡീഷനും. അതാണ് സംഭവം. അമ്മൂമ്മ ഓഡിഷൻ ചെയ്യുമ്പോൾ ഞാൻ വേണ്ടി കറങ്ങി നടക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറെ പേര് ചോദിച്ച് ഞങ്ങൾ ആരാ, ഞങ്ങൾ എന്ത് ചെയ്യാ അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ വീഡിയോസിൽ നമ്മളെ പറ്റി ഒന്നും പറയാത്തോടെ ചോദിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാ, ഞങ്ങൾ എവിടുന്നാ വരണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാന്ന് വെച്ചു. നമുക്ക് ആന്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് തിരുവനന്തപുരത്തുകാരാണ്. ഞാനൊരു ടെമ്പിളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ പേര് എന്റെ പേര് വന്നിട്ട് ഗിരിജ. ചാനലിന്റെ പേര് ആന്റിയുടെ പേരിലാണ് ഉള്ളത്, നാടൻ ഫ്ലവേഴ്സ് ബൈ ഗിരിജ. അമ്മൂമ്മയുടെ പേരല്ലേ ഗിരിജ, ആന്റിയുടെ പേരാണ് ഗിരിജ. ഇനി അമ്മൂമ്മയുടെ പേര് പറ. എന്റെ പേര് കൃഷ്ണമ്മ. എന്താണ് ജോലി? ഒരു ജോലിയും ഇല്ല. വീട്ടിൽ ഇരിക്കുക, എണീക്കുക, അമ്പലത്തിൽ പോവാ, ഷൂട്ട് ചെയ്യുക. ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യണത്. ഇല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഉള്ളത് വ്യാഴ്ചം പറയും തിന്നു കൊടുത്ത് ഇരിക്കും. അപ്പൊ അമ്മൂമ്മ വ്ളോഗറാണ്. അമ്മൂമ്മയുടെ പേര് കൃഷ്ണമ്മ. എന്റെ പേര് ദേവിക. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യണതും ഇവിടെ തന്നെയാണ്. വേറെ ഡീറ്റെയിൽ വെച്ചിട്ട് പറയാനായിട്ട് ഇതൊക്കെ തന്നെ ഞങ്ങളെ പറ്റി പറയാനുള്ളത്. ബേസിക്കായിട്ട് ഇതെന്റെ ആന്റിയാണ്, ഇത് അമ്മൂമ്മയാണ്, പിന്നെ എന്റെ അമ്മയാണ്. കുറെ പേര് ചോദിച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്കാണ്. അല്ല കേട്ടോ, ഞങ്ങള് റിലേറ്റീവ്സ് ആണ്. പിന്നെ എന്താ ഇതൊക്കെ ഉള്ളു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. വീട്ടിലെ മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ ബെല്ല. അത് ഹണ്ടർ ഗേളാണ്. ഹണ്ടർ ഗേൾ ഒരു സാധനത്തിനെ പോലും ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഞങ്ങൾ കാണാൻ ഭയങ്കര പാവമാണ്. എങ്കിലും ഇങ്ങനൊന്നുമല്ല. ഞാൻ ടെററാണ്, ടെറർ അല്ലേ ബെല്ല? അപ്പം നമ്മൾ ഓഡിഷന് പോകാനുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പം ആൻറ്റി ഡ്രസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ആൻറ്റിയുടെ അമ്മൂമ്മയുടെയും. ഞാൻ നാളെ ഈ വൈറ്റാണ്. ആൻറ്റിയും നാളെ ഇടുന്നത് വൈറ്റാണ്, അമ്മൂമ്മ ഒരു വൈറ്റ് അതെന്താ കളറൊക്കെയാണ്. എൻ്റെ അടുത്ത് കൃഷ്ണൻ ഇരിപ്പുണ്ട്. ശരി കൃഷ്ണമ്മ, ശരി കൃഷ്ണമ്മ. അങ്ങനെ ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ തമ്പാനൂരെത്തി. അവിടെ ഞങ്ങൾ നേരെ പോയത് KSRTC കോംപ്ലക്സിലാണ്. വേറെ ഒന്നിനല്ല, വണ്ടി വെക്കാനാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു 5:40 ആയപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ട്. കാരണം 55-നാണ് വണ്ടി മിസ്സായ പിന്നെ വേറെ വണ്ടി. അതുകൊണ്ട് വേഗം റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടി കയറി. എനിക്കൊന്നൊരു 5 മിനിറ്റ് ആയപ്പോഴേ വണ്ടി എടുത്ത്. പിന്നെ ഒന്ന് സെറ്റിൽ ഡൗൺ ഒക്കെ ആയി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് 9:15 ആയപ്പോൾ ഞങ്ങൾ എറണാകുളത്തെത്തി. അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറി അമ്മൂമ്മയ്ക്ക് കാപ്പി വാങ്ങിച്ചു കൊടുത്ത്. ഞാനും ആൻറ്റി ഒന്നും കഴിച്ചില്ല. ഞങ്ങളൊരു ചായ മാത്രം കുടിച്ചാണ്. ഞങ്ങൾക്ക് വിശപ്പില്ലായിരുന്നു.
അമ്മൂമ്മയ്ക്കും പാകത്തിന് വിശപ്പില്ലായിരുന്നു. പക്ഷെ ഗുളിക കഴിക്കണമെന്നുള്ളതുകൊണ്ട് അമ്മൂമ്മ ആഹാരം കഴിച്ചത്. പിന്നെ എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇനിയും സമയം കിടക്കണം. 11:30-ക്കാണ് ഒരു ഓഡീഷൻ പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചത് മറൈൻ ഡ്രൈവിൽ പോകാം. പിന്നെ അവിടെ നിന്ന് ഒരു ഊബർ പിടിച്ച് മറൈൻ ഡ്രൈവിൽ പോയി മറൈൻ ഡ്രൈവൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഒരു തണുത്ത് പോയിരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ അമ്മൂമ്മയുടെ കുറേ പാവങ്ങളൊക്കെ ചുമ്മാ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇരുന്ന് കുറേ നേരം പറഞ്ഞിരുന്നിരുന്ന് പിന്നെ ഒരു 11 മണി. അപ്പോൾ ഞങ്ങൾ അടുത്ത ഊബർ ബുക്ക് ചെയ്തതാണ്. 11:30-ക്കാണ് എത്തുന്നത്. ഒരു 5 മിനിറ്റ് നേരത്തെ എത്താൻ വിചാരിച്ചുള്ള രീതിയിൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലൊക്കേഷനിലോട്ട് പോയി. നമ്മൾ മൊത്തം ക്ലിപ്സ് എടുത്ത് തീർക്കാൻ പറ്റിയില്ല, പകുതിക്ക് വെച്ച് നിർത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബാക്കി എന്ത് നടന്നു എന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 11:30-ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ എത്തി. ഞാൻ അമ്മൂമ്മേനോട് ഓഡിഷൻ ആക്കിയിട്ട് ഞാനും ആൻറ്റിയോട് വിചാരിച്ച് നമുക്ക് ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് തരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കട തപ്പി കുറേ നടന്ന് ഒരു കടയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു അരമണിക്കൂറായിട്ടുണ്ടോ വെള്ളം ഓർഡർ ചെയ്ത് അരമണിക്കൂറായപ്പോഴത്തേക്ക് അവർ വിളിച്ചിരുന്നു വന്ന് പിക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് ചെന്ന് വിളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ മുമ്പേ വന്നിട്ടാണ് വെള്ളം കുടിച്ചത്. അവിടെ കൊണ്ട് വീണ്ടും ആ കടയിൽ ചെന്ന് വന്ന് ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെ നടന്ന് എങ്ങനെയായിരുന്നു എന്തൊക്കെ ചോദിച്ചു. അപ്പൊ അതൊന്നും ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. പറഞ്ഞുകൂടാ എന്തൊക്കെ നടന്നു. അവിടെ ഉള്ള നല്ല ആളുകളായിരുന്നു. എൻ്റെ കൂടെ ചോദിച്ചു എത്ര മക്കളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 4 പേരുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് ഇത് എടുക്കണേന്ന് ഞാൻ പറഞ്ഞു അത് തന്നെ പിന്നെ അമ്മൂമ്മയുടെ ആക്ടിങ്ങിനെ പറ്റി എന്താ പറഞ്ഞ അഭിനയത്തിനെ പറ്റി അഭിനയത്തിന് കൊള്ളാം. ദേഷ്യം അമ്മൂമ്മയുടെ ദേഷ്യമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വാന്ന് പറഞ്ഞ് അവര് എന്നോട് പറഞ്ഞ് വിളിക്കാം ഒരാഴ്ചക്കകം നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അറിയിക്കാന്ന് പറഞ്ഞു. അല്ല എറണാകുളത്തായിട്ട് ഇറങ്ങിയിട്ടില്ല. വണ്ടിയിലിരുന്ന് എറണാകുളം നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ഇറങ്ങി കണ്ടത് അന്ന് തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അവിടെ ചെന്ന് മറൈൻ ഡ്രൈവ് ചെന്ന് ആൾക്കാന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇല ഊണ് അങ്ങനെ എന്തോ ഒരു കട. നല്ല ഫുഡായിരുന്നു അവിടെ, നല്ല ഫുഡായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 1 മണിയായിരുന്നു. 4:15 വണ്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നാൽ വീണ്ടും നമുക്ക് മറൈൻ ഡ്രൈവിൽ തന്നെ പോകാം. അങ്ങനെ മറൈൻ ഡ്രൈവിൽ ചെന്ന് ഒരു തണലൊക്കെ കണ്ടുപിടിച്ച് ഇവരവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒന്ന് ബാത്റൂമിലും പോയി കുറച്ച് വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 2 പേരെ ഇട്ടിട്ടാണ് ഞാൻ പോയി. ഇപ്പോൾ ഒരാൾ ഫ്രീ ആയിട്ട് കിടക്കുന്നു, കൂടെ 3 എണ്ണം കൂടി കിടന്ന് സുഖമായിട്ട്. ആൻറ്റീനെ ഞാൻ പിടിച്ചുളർത്തിയിട്ടാ പോയി. ആൻറ്റി ഞാൻ പോയിട്ട് വരും അവിടെ ഇരിക്കണേ. അത് അപ്പുറത്ത് എണീറ്റ് ഇപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഒരു മരത്തിന്റെ മൂട്ടിൽ 3 പേര്. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ കേട്ടാണ് 3 കൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ 4 മണി ആവണം എനിക്ക് അല്ല 3:30 വരെ ഇവർ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ കാവലിരുന്ന് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്ന് പിന്നെ എണീറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ട്. ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, ഡെലിവറി ചേട്ടൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ അവിടെ ആളില്ല, അപ്പുറത്തെ വീട്ടിൽ കൊടുത്താൽ. അല്ല, നമ്മുടെ വീട്ടിൽ വെക്കാനാണ് വിളിച്ചു പറഞ്ഞത്. പട്ടിയെ കെട്ടിയിടുകയാണ്, ബെല്ലായി കെട്ടിയിട്ടിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ വെച്ചേക്കാൻ വേണ്ടിട്ട് വിളിച്ചത്. അപ്പോഴാണ് പറഞ്ഞല്ല അത് അഴിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിൽ വെക്കാൻ പറഞ്ഞത്, തൊട്ടടുത്ത വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. അതാണ് ഇത്. നമ്മളങ്ങനെ ബെല്ലിനെ കെട്ടിയിടൂലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോകുമ്പം വേറെ എവിടെയും ആക്കാൻ പറ്റാത്തതുകൊണ്ട് വെച്ച് രാവിലെ പോയിട്ട് വൈകിട്ട് വരുമല്ലോ. സാധാരണ അവിടെ ഒന്നി പുറത്ത് തുറന്നു വിടും, അല്ലെങ്കിൽ മേളിൽ ടെറസിലായിരിക്കും വിടും. അവളങ്ങനെ തുറന്ന് അവിടെ അകത്ത് തന്നെ കിടക്കുക. നമ്മളുണ്ടെങ്കിൽ ആളില്ലെങ്കിൽ ആ ഷട്ടി ചാടി വെളിയിൽ പോകും. പിന്നെ ആനുവല കൃഷ്ണക്കൂടുകൊണ്ട് ആ ഷാനെ കിട്ടിയാലും കടിക്കാനുള്ള ടെൻഡൻസി. 2 തൊടലില് മറ്റേ ഹാർഡനറൊക്കെ ഇട്ടിട്ട് ഇവിടെയും അവിടെ ഉണ്ട്. അത് കടിച്ചു പൊട്ടിച്ച് എത്ര സമയം എടുത്തെന്ന് എനിക്കറിയാൻ വയ്യ. അമ്മ അതിന് അത് കടിച്ചു പൊട്ടിച്ച് ആശുപത്രി. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങി വെളിയിൽ പോയി കാണും. പിന്നെ ഇവിടെ കുറെ വയ്യാത്ത പട്ടിയൊക്കെ ഉണ്ട്, വയസ്സായ നാടൻ പട്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അതിനെല്ലാം പോയി കടിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ ഇവിടെ പോയെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ടെൻഷനിൽ ഞങ്ങൾക്ക് വേറൊന്നും എടുക്കാനും പറ്റിയില്ല. എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. നമ്മള് വന്നപ്പോ 10 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ കാത്തു കിടപ്പുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ ആയിരുന്നു അമ്മൂമ്മയുടെ ഓഡീഷൻ വ്ലോഗ് ഞങ്ങൾ പോയി വന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമൊക്കെ. അപ്പോൾ നിങ്ങൾ കാണുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. കൊള്ളൂന്ന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ മിസ്സായിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ വ്ലോഗാണ് അപ്പോൾ അങ്ങനെ ഉള്ളത്. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് വ്ലോഗിങ്ങും
ഞങ്ങളുടെ സംസാരം അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം. അതനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു അനുഭവം അമ്മയുടെ 82ാമത്തെ വയസ്സിൽ കിട്ടിയ അതുമല്ല, അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷെ നമ്മളെ വീഡിയോസ് അവരും കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഇവിടെ എവിടെയോ കിടക്കുന്ന ഞങ്ങളെ വീഡിയോസ് അത്രയും ഇതിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞങ്ങൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും അവര് പറഞ്ഞു, അമ്മയടുത്ത് ചോദിച്ചു എന്ത് വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചു. അവരൊക്കെ നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ടെന്ന് നിങ്ങൾ പറയാം. അതനുസരിച്ച് ഞങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ. ബൈ ബൈ ബൈ. ബൈ ബൈ.